നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. കൊലപാതകം സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ച റീൽസിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ലോക ജലദിനത്തിന്റെ ഭാഗമായി പറവകൾക്ക് ദാഹമകറ്റാൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്ത് തൃശൂർ MP സുരേഷ് ഗോപി. ഗുരുവായൂർ മഞ്ചുളാലിന് സമീപം നടന്ന ചടങ്ങിൽ 500 മൺപാത്രങ്ങളാണ് വിതരണം ചെയ്തത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കുന്നംകുളത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. 20 ദിവസം മുതൽ 30 ദിവസം വരെ നഗരത്തിൽ സർവേ തുടരും. പെരിങ്ങോട് ചേറ്റുവ കണ്ടൽ സംരക്ഷണത്തിനായി റിസർവ് വനമാക്കുന്ന നടപടി പുനഃപരിശോധിക്കുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭ ബജറ്റിന്മേലുള്ള ചർച്ച തിങ്കളാഴ്ച. വിശദമായ വാർത്തയിലേക്ക്. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘാംഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് നഗറിൽ മണ്ടുമ്പാൽ ലിഷോയ്, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച റീൽസിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മരത്തങ്കോട് വാടകയ്ക്ക് താമസിക്കുന്ന കടവല്ലൂർ സ്വദേശിയായ കൊട്ടിലിങ്ങൽ വളപ്പിൽ 28 വയസ്സുള്ള അക്ഷയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് നഗറിൽ വെള്ളിയാഴ്ച രാത്രി 8:30-യോടെയാണ് സംഭവം. സുഹൃത്തുക്കളും കഞ്ചാവ് വിൽപ്പന സംഘാംഗങ്ങളുമായ അക്ഷയും ലിഷോയും തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും കലാശിച്ചത്. അക്ഷയും ഭാര്യ നന്ദനയും മുല്ലപ്പള്ളിക്കുന്നിലുള്ള ലിഷോയുടെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു. ഇതിനിടെ ലിഷോയ് തനിക്ക് ഇഷ്ടമില്ലാത്തവർക്കൊപ്പം അക്ഷയ് റീൽസ് ചെയ്തതിനെ ചോദ്യം ചെയ്തു. ഇതോടെ ഇരുവരും വാക്കേറ്റവും തുടർന്ന് സംഘർഷവുമുണ്ടായി. ഈ സമയം ഇരുവരുടെയും സുഹൃത്തായ ബാദുഷയും ആകാശ്, നിഖിൽ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ ലിഷോയ് വടിവാൾ ഉപയോഗിച്ച് അക്ഷയെയും ബാദുഷയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റ അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ബാദുഷയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിനു ശേഷം മുങ്ങിയ മുഖ്യപ്രതി ലിഷോയിയെ ശനിയാഴ്ച രാവിലെയാണ് മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം സ്വദേശി കറുപ്പംവീട്ടിൽ ബാദുഷ, ആകാശ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. ആകാശിന് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ആശുപത്രിയിൽ നടന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. മേഖലയിൽ ഇപ്പോഴും പോലീസ് നിരീക്ഷണം തുടരുകയാണ്. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാൾ കണ്ടെത്തി. സംഭവത്തിൽ പ്രധാന പ്രതിയായ ലിഷോയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവ സ്ഥലത്ത് നടത്തിയ തെളിവെടുപ്പിൽ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നുമാണ് വാൾ കണ്ടെടുത്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. SI-മാരായ സുകുമാരൻ, വൈശാഖ്, ഫക്രുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രവി, രതീഷ്, ഷൈജിൻ പോൾ, രഞ്ജിത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ കൈകോർത്ത് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTVയും സർക്കാർ വകുപ്പുകൾക്കൊപ്പം ചേർന്ന് CCTVയും വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10:30-ന് കുന്നംകുളത്തെ CCTV കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കുന്നംകുളം ACP CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. ലോക ജലദിനത്തിന്റെ ഭാഗമായി പറവകൾക്ക് ദാഹമകറ്റാൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്ത് തൃശൂർ MP സുരേഷ് ഗോപി. ശനിയാഴ്ച ഗുരുവായൂർ മഞ്ചുളാലിന് സമീപം നടന്ന ചടങ്ങിൽ 500 മൺപാത്രങ്ങളാണ് വിതരണം ചെയ്തത്. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, മനീഷ് കുളങ്ങര, ജ്യോതി രവീന്ദ്രനാഥ്, ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മഞ്ജുളാലിന് സമീപം പറവകൾക്ക് മൺചട്ടിയിൽ വെള്ളം നിറച്ച് ഉദ്ഘാടനവും MP നിർവഹിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കുന്നംകുളത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. സപ്തർഷി കൺസൾട്ടൻസി ഏജൻസിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നഗരസഭയുടെ ഭൂമി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും പാതകൾ, പാലങ്ങൾ, മറ്റ് നിർമ്മിതികൾ എന്നിവ കൃത്യമാക്കുന്നതിനും കൃഷി, മൃഗസംരക്ഷണം, വ്യവസായം, ടൂറിസം തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിനും മാസ്റ്റർ പ്ലാൻ സഹായിക്കും. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ഡ്രോൺ സർവേ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി സോമശേഖരൻ, PK ഷബീർ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, വിനോദ് ബിനീഷ്, ഷീജ ഭരതൻ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ഡെപ്യൂട്ടി ടൗൺ പ്ലാൻ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഏകദേശം 20 ദിവസം മുതൽ 30 ദിവസം വരെ നഗരത്തിൽ സർവേ തുടരും. പെരിങ്ങാട് ചേറ്റുവ കണ്ടൽ സംരക്ഷണത്തിനായി റിസർവ് വനമാക്കുന്ന നടപടി പുനഃപരിശോധിക്കുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. ജില്ലയിലെ പാവറട്ടി, മുല്ലശ്ശേരി, വേങ്കിടങ്ങ്, ഒരുമനിയൂർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. മുരളി പെരുന്നെല്ലി MLA, NK അക്ബർ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. റിസർവ് വനമായി ആ പ്രദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുനഃപരിശോധിക്കാൻ ചേർന്ന ഉന്നതതല ഐക്യകണ്ഠേന തീരുമാനിക്കും. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുകയാവുന്നതായിരുന്നു ആ പ്രഖ്യാപനത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കണലുകളെ സംരക്ഷിക്കേണ്ട ഒരു പൊതു വികാരത്തോടൊപ്പം ജനങ്ങൾ സഹകരിക്കുകയാണ് ഉണ്ടായത്. ജില്ലയിലെ മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലൂടെ ഒഴുകുന്ന പുഴയുടെ പുനരുദ്ധാരണവും അതിനിടയാക്കിയ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ 4 പ്രകാരമുള്ള റിസർവ് വനമായി പ്രദേശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇത് ത്വരിതപ്പെടുത്താൻ നോഡൽ ഓഫീസർ കൂടിയായ സബ് കളക്ടറെയും DFOയെയും മന്ത്രി ചുമതലപ്പെടുത്തി. ഇതിന്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം തയ്യാറാക്കി സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനത്ത് എത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നിയമപരമായ പ്രശ്നമായതുകൊണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനെ ഈ പ്രശ്നം ബോധ്യപ്പെടുത്താനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിലൂടെ ജനങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ മുൻഗണന നൽകിക്കൊണ്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വളരെ പോസിറ്റീവായ നിർദ്ദേശവും തീരുമാനങ്ങളുമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഗവൺമെൻറ് ആരുടെ ഒപ്പമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഗവൺമെൻറ് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് സഹായകമായ ഏത് പരിപാടിക്കും പെരിങ്ങോട് പുഴയും തീരവും കണ്ടൽ വനങ്ങളും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ നിയോജക മണ്ഡലം LDF നേതാക്കൾ മുരളി പെരുന്നെല്ലി MLAയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെയും റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം കൊടുത്തിരുന്നു. മുരളി പെരുന്നെല്ലി MLA വനം വകുപ്പ് മന്ത്രിക്ക് കത്തു നൽകിയതിന്റെയും വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ 2025 മാർച്ച് 19 വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗ തീരുമാനപ്രകാരമാണ് ശനിയാഴ്ച യോഗം ചേർന്നത്. യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭ 2025-26 ബജറ്റ് വൈസ് ചെയർമാൻ KK മുബാറക് അവതരിപ്പിച്ചു. 4,70,22,598 രൂപ മുന്നിരിപ്പുമടക്കം 110,11,17,598 രൂപ വരവും 106,39,42,500 രൂപ ചിലവും 3,71,75,098 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത്. ടൗൺഹാൾ നവീകരണത്തിന് 7 കോടിയും ഭവന നിർമ്മാണത്തിന് 5 കോടിയും വാതക ശ്മശാനത്തിൽ ആധുനിക സൗകര്യങ്ങളുടെ പുതിയ യൂണിറ്റ് സജ്ജമാക്കുന്നതിന് 2,73,00,000
സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ്ങിന് 10 ലക്ഷം, ലഹരിമുക്ത ക്യാമ്പയിൻ 10 ലക്ഷം, വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ 15 ലക്ഷം, കുടുംബശ്രീ 2 കോടി, മത്സ്യമേഖല 5 കോടി, മൃഗസംരക്ഷണം 20 ലക്ഷം, പട്ടികജാതി വികസനം 1 കോടി രൂപ, ശിശു സൗഹൃദ നഗരസഭ 50 ലക്ഷം, വനിതാ സൗഹൃദ ഭരണം 50 ലക്ഷം, പാലിയേറ്റീവ് പരിചരണം 20 ലക്ഷം, വയോജന സൗഹൃദ നഗരസഭ 25 ലക്ഷം രൂപ, തരിശുരഹിത നഗരസഭ 20 ലക്ഷം, പൊതുമരാമത്ത് ഊർജ്ജം എന്നിവയ്ക്ക് 10 കോടി, മാലിന്യ സംസ്കരണം 5 കോടി രൂപ, വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 20 കോടി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 10 കോടി, ആരോഗ്യമേഖലയ്ക്ക് 20 കോടി എന്നിങ്ങനെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബജറ്റ് സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് മെമ്പർമാർ, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥരും ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് ശനിയാഴ്ച വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാക്കുന്നേൽ കുർബാന അർപ്പിച്ചു. ആശീർവദിച്ച പാത്രിയർക്ക പതാക ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർക്ക് കൈമാറി. പ്രാർത്ഥനയ്ക്കു ശേഷം 20ാമത് വടക്കൻ മേഖല തീർത്ഥയാത്ര ആരംഭിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 95ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ബാവയുടെ കബറിങ്കലിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തിയത്. ബാവയോടുള്ള അപേക്ഷ പ്രാർത്ഥനകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനടയാത്രയിൽ പങ്കെടുത്തു. കല്ലുംപുറം, കൊരട്ടിക്കര എന്നിവിടങ്ങളിലും അക്കിക്കാവിൽ മോർ ഒസ്താത്തിയോസ് ചാരിറ്റീസ് കത്തിച്ച മെഴുകുതിരി നൽകിയും സ്വീകരിച്ചു. അഗതിയൂർ സെന്റ് ജോർജ് ചാപ്പലിൽ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിലെ സംയുക്ത സ്വീകരണത്തിനു ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേർന്നു. കടുത്ത വേനലിൽ ആശ്വാസം പകർന്ന് കാൽനട തീർത്ഥാടകർക്ക് വിശ്വാസികൾ ശീതളപാനീയങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ വിതരണം നടത്തി. തീർത്ഥയാത്രയ്ക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 95ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കാൽനട തീർത്ഥയാത്രയ്ക്ക് പാറന്നൂരിൽ സ്വീകരണം നൽകി. പാറന്നൂർ സെന്ററിലുള്ള പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവ കുരിശും തൊട്ടിയിൽ വികാരി ഫാദർ CG മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇടവക വിശ്വാസികൾ ചേർന്ന് തീർത്ഥയാത്രയ്ക്ക് ഭക്തി നിർഭരമായ സ്വീകരണം നൽകി. മാർച്ച് 20-ന് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനാം യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും കാൽനടയായി ആരംഭിച്ച അങ്കമാലി മേഖല തീർത്ഥയാത്ര വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷമാണ് പാറന്നൂരിൽ എത്തിച്ചേർന്നത്. ശനിയാഴ്ച രാവിലെ അമല നഗറിൽ നിന്നും ആരംഭിച്ച് മുണ്ടൂർ, കേച്ചേരി എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാണ് പാറന്നൂരിലേക്ക് എത്തിച്ചേർന്നത്. ചാപ്പലിന് സമീപം സ്വീകരണം നൽകിയ ശേഷം തീർത്ഥയാത്രാ സംഘത്തെ പാറന്നൂർ സെന്റ് മേരീസ് സിംഹാസന ചാപ്പലിലേക്ക് അനയിച്ചു. തുടർന്ന് ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം 3 മണിയോടെ തീർത്ഥയാത്ര കുന്നംകുളത്തേക്ക് പ്രയാണം ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് കാൽനട തീർത്ഥയാത്രയിൽ പങ്കെടുത്തത്. ആരോഗ്യമേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും മുൻഗണന നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. 30,50,33,225 രൂപ വരവും 30,08,09,440 രൂപ ചെലവും 44,24,785 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യം ചൊവ്വന്നൂർ എന്ന പേരിൽ ബ്ലോക്ക് പരിധിയിൽ സാധാരണ ജനങ്ങളെ ചേർത്തുപിടിച്ച് അവർക്കു വേണ്ട പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും മറ്റുമായി 74 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും ലഹരിക്കെതിരെയുള്ള കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമായി വിബോധ എന്ന പേരിൽ ബജറ്റിൽ 5 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് 2,28 ലക്ഷം രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് 73 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് 69 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ നീക്കിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ശോഭി, മീന സാജൻ, മിനി ജയൻ, ES രേഷ്മ, രേഖ സുനിൽ, PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM വിനീത്, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംബന്ധിച്ചു.
വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചന്നൂർ കുളം നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 51,24,500 രൂപ വകയിരുത്തിയാണ് കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തെക്കുമുറി കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമിഷ വി കൃഷ്ണൻ, UM കുഞ്ഞിമുഹമ്മദ്, അഷ്റഫ് പൂമുഖം, നാട്ടുകാർ, പൂമുഖം ലൈബ്രറി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ SC കുടുംബങ്ങൾക്കുള്ള രണ്ടാംഘട്ട കുടിവെള്ള ടാങ്ക് വിതരണം നടത്തി. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ടാങ്ക് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി A. രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. രണ്ടാം ഘട്ടത്തിൽ 42 കുടുംബങ്ങൾക്കാണ് കുടിവെള്ള ടാങ്ക് വിതരണം നടത്തിയത്. ഒന്നാം ഘട്ടമായി പഞ്ചായത്ത് കഴിഞ്ഞ മാസത്തിൽ 45 കുടുംബങ്ങൾക്കും കുടിവെള്ള ടാങ്ക് വിതരണം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം സെക്രട്ടറിയായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ ശരത്തിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകാൻ ശരത് കുടുംബസഹായ സമിതി രൂപീകരിച്ചു. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. കുടുംബസഹായ സമിതി ചെയർമാനായി മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ, കൺവീനറായി മുഹമ്മദ് റയീസ്, ട്രഷറർ മുൻ മണ്ഡലം പ്രസിഡന്റ് P രാജൻ, ചീഫ് കോർഡിനേറ്റർ റാഫി മാലിക്കുളം, വൈസ് ചെയർമാൻമാരായി ഷാഹിദ് കൊപ്പര, ചാലിൽ മൊയ്തുണ്ണി, ജോയിന്റ് കൺവീനർമാരായി അഷ്കർ അറക്കൽ, അബു താഹിർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. KPCC മെമ്പർ നിഖിൽ ദാമോദരൻ 1000 രൂപ വിലമതിക്കുന്ന കിറ്റ് എല്ലാ മാസവും കുടുംബത്തിന് നൽകും. കിറ്റിന്റെ വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പഞ്ചായത്ത് മെമ്പർ അബു താഹിർ, അൻവർ, അസൈനാരകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേ നടയിൽ മഞ്ജുളാൽ തറയിൽ ഗുരുവായൂരപ്പന് അഭിമുഖമായുണ്ടായിരുന്ന കുചേല പ്രതിമ പുനഃസ്ഥാപിക്കണമെന്ന് ഗുരുവായൂരിൽ ചേർന്ന ഭക്തജന കൂട്ടായ്മ യോഗം ആവശ്യപ്പെട്ടു. കൂട്ടായ്മ കൺവീനർ ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ അരികന്നിയൂർ, ദേവിദാസൻ നെന്മിനി, M. പ്രഭാകരൻ നായർ, മോഹനൻ തൈക്കാട്, രാജൻ ഗുരുവായൂർ, മുരളീധരൻ പുത്തമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിമ സ്ഥാപിക്കൽ നീണ്ടുപോകുകയാണെങ്കിൽ ജനങ്ങളുടെ ഒപ്പുശേഖരിച്ച് സമാന സംഘടനകളുമായി ചേർന്ന് ഭീമഹർജി തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് നൽകുവാനും യോഗം തീരുമാനിച്ചു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കുന്നംകുളം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സൗജന്യ തൊഴിൽമേള നടത്തി. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം പേർക്ക് തൊഴിൽ പരിശീലനവും പ്രതിവർഷം നൽകുവാനുള്ള ബൃഹത്തായ സർക്കാർ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് തൊഴിൽമേളയുടെ ലക്ഷ്യം. 10ൽ പരം കമ്പനികളെ ഉൾപ്പെടുത്തി 100ഓളം തൊഴിലന്വേഷകരെ തൊഴിൽമേളയിൽ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു. തൊഴിലുടമകൾക്ക് വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനും രേഖപ്പെടുത്തിയ തൊഴിലവസരങ്ങളിലേക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ തന്നെ ബന്ധപ്പെടുത്തുവാനും തൊഴിൽമേളയുടെ സാധിച്ചതായി അസാപ് കോർഡിനേറ്റർമാർ അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അവതരിപ്പിച്ചു. ആകെ 18,28,46,493 രൂപ വരവും 17,68,550 രൂപ ചെലവും 60,45,943 രൂപ നീക്കിയിരിപ്പുമുള്ളതാണ് ബജറ്റ്. വിഭവ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടുതന്നെ പഞ്ചായത്തിന്റെ വികസനവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുമുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഭവന നിർമ്മാണ മേഖലയ്ക്ക് 2,82,00,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 96,65,000 രൂപയും വകയിരുത്തി ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവ ഉൾപ്പെടെ സേവന മേഖലയ്ക്ക് 6,80,80,000 രൂപ, ഉൽപാദന മേഖലയിൽ നെൽകൃഷി വികസനത്തിന് 25 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 65 ലക്ഷം രൂപയും ഉൾപ്പെടെ 96,65,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്ക് തെരുവ് വിളക്ക്, റോഡ് വികസനം ഉൾപ്പെടെ 2,47,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ MU സെബി, A. രത്നകുമാരി, ഭരണസമിതി അംഗങ്ങളായ KU ബിബിൻ, ഷാമില കബീർ, KA ഷഹീദ്, CP വിമല, KP പ്രമേഷ് കുമാർ, PV ഷഹർബാൻ, അജിത വിശാൽ, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, സാക്ഷരതാ പ്രേരക്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യവതി ടീച്ചർ സ്വാഗതവും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V. വൃന്ദ നന്ദിയും പറഞ്ഞു.
യോഗത്തിനു ശേഷം നടന്ന ഭരണസമിതിയുടെ പ്രത്യേക യോഗത്തിൽ ബജറ്റ് അംഗീകരിച്ചു. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും അംഗ സമാശ്വാസ നിധിയുടെ വിതരണവും നടന്നു. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിക്ഷേപം ഏറ്റുവാങ്ങി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അംഗ സമാശ്വാസ നിധി വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ്, എ കൃഷ്ണൻ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ സി അംബികേശൻ, എം ബി പ്രവീൺ, മുൻ ഡയറക്ടർ ഉഷ പ്രഭുകുമാർ, CCTV മാനേജിംഗ് ഡയറക്ടറും ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗവുമായ TV ജോൺസൺ, സ്റ്റാഫ് പ്രതിനിധി PA മുസ്തഫ, സെക്രട്ടറി KJ ബിജു, ബാങ്ക് ഡയറക്ടർ CL ജോസഫ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 27 പേർക്കായി 4,95,000 രൂപ അംഗ സമാശ്വാസ നിധിയായി വിതരണം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും മികച്ച പാർലമെന്റേറിയനും സമരനായകനുമായിരുന്ന AKGയുടെ ചരമവാർഷികം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി പ്രഭാത പേരി മുഴക്കി ചിറ്റാട്ടുകരയിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ തുപ്പത്ത്, KB ബിജു, AP ജോയ്സൺ, TC ശ്രീജിത്ത്, KG സുരേഷ് ബാബു, KV തമ്പി എന്നിവർ സംസാരിച്ചു. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് പുന്നയൂർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ ജലസംരക്ഷണ പ്രതിജ്ഞയെടുത്തു. 150 വർഷത്തോളം പഴക്കമുള്ള 1.42 ഏക്കറിൽ നിലകൊള്ളുന്നതും ശോചനീയാവസ്ഥയിലുള്ളതുമായ ഏലിയങ്ങാട് ചിറയെ സാക്ഷിയാക്കിയാണ് പ്രതിജ്ഞ ചെയ്തത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഏലിയങ്ങാട് ചിറയുടെ സംരക്ഷണത്തിനു വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്ന് യോഗം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പുന്നയൂർകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി, നവയുഗ ക്ലബ്ബ്, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ്, പുന്നയൂർകുളം സാഹിത്യ സമിതി, വയോമിത്രം ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, ജനറൽ കൺവീനർ ഉമ്മർ അറക്കൽ, വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള വയോജന ക്ലബ്ബുകൾ അങ്കണവാടി തലത്തിൽ രൂപീകരിച്ചിരുന്നു. ഇത്തരം വയോജന ക്ലബ്ബുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വയോജനങ്ങളെയാണ് പങ്കെടുപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സംഗമം സംഘടിപ്പിച്ചത്. 16 വാർഡുകളിൽ നിന്നും 160 പേർ സംഗമത്തിൽ പങ്കെടുത്തു. വയോജന സംഗമം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NB ജയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, ജനപ്രതിനിധികളായ ശ്രീബിത ഷാജി, MP ശരത് കുമാർ, സൗമ്യ രതീഷ്, സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, ജീന അശോകൻ, PM അബു, സുരേഷ് കരുമത്തിൽ, ലിസി വർഗീസ്, ICDS സൂപ്പർവൈസർ മീര മോഹനൻ എന്നിവർ സംസാരിച്ചു. വയോജന സംഗമത്തിൽ കസേര കളി, ബോൾ പാസിംഗ്, സ്പൂൺ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കുപ്പിക്ക് വളയിടൽ എന്നീ മത്സരങ്ങളും ഉണ്ടായിരുന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. വയോജന സൗഹൃദ പഞ്ചായത്തായി എളവള്ളിയെ മാറ്റുന്നതിന്റെ ഭാഗമായി സംഗീത ക്ലബ്ബ്, സാഹിത്യ ക്ലബ്ബ്, വോളിബോൾ ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിട്ടിട്ടുണ്ട്. വയോജനങ്ങളുടെ പാർക്കിന്റെ നിർമ്മാണം എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അവസാന ഘട്ടത്തിലാണ്. വയോജനങ്ങളെ പങ്കെടുപ്പിച്ച് ഏകദിന യാത്ര സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ കൺവെൻഷൻ സംഘം BMS ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് E രാജൻ അധ്യക്ഷത വഹിച്ചു. BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയലകൻ, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KT മുഹമ്മദ് യൂനസ്, മേഖലാ സെക്രട്ടറി സൂരജ് കോട്ടപ്പടി, സന്തോഷ് പിള്ളർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് E രാജൻ, വൈസ് പ്രസിഡന്റുമാരായി സന്തോഷ് വെള്ളർക്കാട്, M ബിജു വടക്കേക്കാട്, പ്രിയം ജോഷി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം നടത്തി. കണ്ടാണശ്ശേരി മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുട്ടക്കോഴി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, ജയൻ പാണ്ഡ്യത്ത്, ശരത് രാമനുണ്ണി, രമാബാബു, ഷീബ ചന്ദ്രൻ, വെറ്റിനറി ഡോക്ടർ EK ബൈജു, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ AG ജീന എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വകയിരുത്തി 460 ഗുണഭോക്താക്കൾക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടം 100 ഗുണഭോക്താക്കൾക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്തത്.
മരത്തങ്കോട് അമ്പലം പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ രുദ്രയാഗം നടത്തി. ദേവപ്രീതിക്കും ദേശത്തിന്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായാണ് ക്ഷേത്രങ്ങളിൽ ഏകാദശ രുദ്രയാഗം നടത്തുന്നത്. ശനിയാഴ്ച പുലർച്ചെ ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ യാഗശാലയിലെ ഹോമകുണ്ഡത്തിൽ അഗ്നി പകർന്നതോടെ യജ്ഞം ആരംഭിച്ചു. പെരുമ്പടപ്പ് മനക്കൽ ബ്രഹ്മശ്രീ ഋഷികേശൻ സോമയാജിപ്പാടിന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, തന്ത്രി രാമചന്ദ്രൻ, രാജനാരായണ കാളിദാസ ഭട്ട്, സ്വാമി ബ്രഹ്മാനന്ദഗിരി എന്നിവരും യാഗശാലയിൽ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ ശാന്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകാദശ രുദ്രയാഗത്തിൽ അശ്വനി ദേവ് തന്ത്രികൾ, തന്ത്രി വിനു മഹോദയ, ഷാജി ശർമ്മ എന്നിവർ പ്രധാന ആചാര്യന്മാരായി. നിരവധി ഭക്തജനങ്ങളും യാഗശാലയിൽ എത്തിയിരുന്നു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കെട്ടിട ഉടമകൾ 2024-25 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി മാർച്ച് 31 മുമ്പ് പഞ്ചായത്തിൽ നേരിട്ടോ ഓൺലൈൻ മുഖേനയോ അടയ്ക്കേണ്ടതാണ്. ലൈസൻസ് പുതുക്കാത്തവർ എത്രയും വേഗം പുതുക്കേണ്ടതും തൊഴിൽ നികുതി അടവാക്കേണ്ടതുമാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 ദിവ്യ കലാമേള 4ാം കല്ല് MNT ഹാളിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കമറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, ആഷിദ കെ ഷാജി, ചാവക്കാട് ICDS പ്രോജക്ട് CDPO ബീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സമ്മാനദാനവും ഉണ്ടായി. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ SC വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, ബിന്ദു ശർമ്മ, SC പ്രമോട്ടർ അമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരകത്തിൽ വെച്ച് AKG അനുസ്മരണ പൊതുയോഗം നടത്തി. പടിഞ്ഞാറെ നടയിൽ നിന്നാരംഭിച്ച പ്രകടനം വേദിയിൽ സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഷീജ പ്രശാന്ത്, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖല, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, സമ്പൂർണ്ണ ഭവന പദ്ധതി, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി 2025-26 വർഷത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണ മേഖലയിൽ 8 കോടിയും ദാരിദ്ര്യ ലഘൂകരണത്തിന് 14 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. 2025-26 വർഷത്തെ ആകെ വരവ് 47,63,96,079 രൂപയും ആകെ ചെലവ് 47,03,85,925 രൂപയും കിഴിച്ച് 60,10,154 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് ചാക്കോ, അക്കൗണ്ടന്റ് പ്രസാദ്, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ചുമട്ട് തൊഴിലാളികളെ നോക്കുകൂലിക്കാരായി പാർലമെന്റിൽ ചിത്രീകരിച്ച കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ നടപടിക്കെതിരെ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് മങ്ങാട് സെന്ററിൽ നടന്ന പൊതുയോഗം ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CS സുഭാഷ് അധ്യക്ഷനായി. PT ദേവസി, PA ബൈജു, VA മനോജ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KK സന്തോഷ്, CK ചന്ദ്രൻ, KC രാജൻ, CV കേശവൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. പാണക്കാട്ടയിൽ തറവാട്ടിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ അസോസിയേഷനിലെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി കാഞ്ഞിരപ്പുള്ളിയുടെ അധ്യക്ഷതയിൽ അസോസിയേഷൻ രക്ഷാധികാരിയും പൊതുപ്രവർത്തകനുമായ ചോ മുഹമ്മദ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. പരൂർ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി പ്രഭാഷണം നടത്തി. ശാന്തി നഴ്സിംഗ് ഹോം ഡയറക്ടർ ഡോക്ടർ രാജേഷ് കൃഷ്ണൻ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ, മുതിർന്ന പത്രപ്രവർത്തകനും പുന്നൂർക്കുളം പ്രസ് ക്ലബ് അംഗവുമായ ജോസ് ആറ്റുപുറം, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബുഷറ കുഞ്ഞുമോൻ, എഴുത്തുകാരനും അമേരിക്കൻ മലയാളിയുമായ അബ്ദുൾ പുന്നൂർക്കുളം എന്നിവരെയും ആദരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോയ്, എക്സിക്യൂട്ടീവ് അംഗം അജു,
ഷമീദ്, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക യഥാസമയം നൽകാത്തതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രാജു PF അധ്യക്ഷത വഹിച്ചു. KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഷാജു VA, ജില്ലാ സെക്രട്ടറി റീന KV, വനിതാ ഫോറം കൺവീനർ മീര KS, ജില്ലാ കമ്മിറ്റി അംഗം ഷിബു PM തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഇൻസ്പയർ അവാർഡ് ജേതാവ് മുഹമ്മദ് റയീസ് ഖുറൈഷിയെ പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ അസീസ് മദലാകുന്നിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തൂങ്ങിമരണം തടയുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച ഉപകരണത്തിനാണ് അവാർഡ് ലഭിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഇൻസ്പയർ. KK അക്ബർ, യൂസഫ് തണ്ണിത്തുറക്കൽ, KA നവാസ്, PM ഫിറോസ്, ബാദുഷ കിഴക്കയിൽ, ഹുസൈൻ എടയൂർ, അർഷക് പൂവത്തിങ്കൽ എന്നിവർ സംബന്ധിച്ചു. മദലാകുന്ന് ചോഴിയാട്ടേൽ മുഹമ്മദ് സലീം അസൈനാരകത്ത് റോഷ്ന എന്നിവരുടെ മകനാണ്. വൃക്കരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ കാരവാൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 23 ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെന്റ് ജോസഫ് പാരിഷ് ഹാളിലാണ് ക്യാമ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 76 98 15, 99 46 15 99 38 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുത് എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് ജംഗ്ഷനിൽ നടത്തിയ ജനകീയ പ്രതിരോധ സംഗമം സംസ്ഥാന സമിതി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ലഹരി മാഫിയ ഇത്രയും വളരാൻ സഹായകമായത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്ക് ജാമ്യം എളുപ്പത്തിലാക്കുന്ന NDPS നിയമ ഭേദഗതി റദ്ദ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുജീബ് പട്ടേൽ, SDPI നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഷമീറ നാസർ, ഷഹീർ മുഹമ്മദ്, മുഹമ്മദ് അസ്ലം, അബ്ദുൽ ഹൈ എന്നിവർ നേതൃത്വം നൽകി. ഒപ്പുശേഖരണവും കൊളാഷ് പ്രദർശനവും നടത്തി. അറിയിപ്പ്: ചാവക്കാട് വടക്കാഞ്ചേരി റോഡിൽ ചൊവ്വന്നൂർ പാടം മുതൽ പന്നിത്തടം വരെയുള്ള ടാറിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പന്നിത്തടം കേച്ചേരി വഴി കുന്നംകുളം തൃശൂർ ഭാഗങ്ങളിലേക്കും, കുന്നംകുളം ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചൊവ്വന്നൂർ, അഗതിയൂർ, നോങ്ങല്ലൂർ, കോൺകോട് സ്കൂൾ വഴി പന്നിത്തടത്തേക്കും പോകേണ്ടതാണെന്ന് PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. CPIM എയ്യാൽ ചിറ്റിലങ്ങാട് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AK ഗോപാലന്റെ 48ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചുങ്കം സെന്ററിൽ നടന്ന പ്രകടനത്തിന് ശേഷം പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി പ്രഭാത പേരി മുഴക്കി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KL ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. AS മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM നേതാക്കളായ PA ഉണ്ണികൃഷ്ണൻ, KP സക്കീർ ഹുസൈൻ, CK അച്യുതൻ എന്നിവർ സംസാരിച്ചു. കടപ്പുറം അഞ്ചങ്ങാടി ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. അഞ്ചങ്ങാടി സെന്ററിൽ നടത്തിയ നോമ്പുതുറയിൽ ഉപ്പാപ്പ മഹൽ ഖത്തീബ് റാഷിദ് ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, PM മുജീബ്, PK ബഷീർ, ഫത്താസ് സാഹിബ്, സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഉത്സവ സീസണുകളായതോടെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു. പെരുന്നാളും വിഷുവും ഈസ്റ്ററും എത്തിയതോടെ കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിലും ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ്. സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോട്ടൺ, ഫാൻസി സാരികൾ, ടൺസ് ചുരിദാറുകൾ, ഡ്രസ് മെറ്റീരിയൽസ്, നിത്യോപയോഗ വസ്ത്രങ്ങൾ, മറ്റെല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നവീന രീതിയിലുള്ള ടോപ്പുകളും ലാച്ചകൾ, പർദ്ദകൾ, കോട്ടൺ ഫാൻസി സാരികളെല്ലാം ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന വിലയിൽ സ്വന്തമാക്കാം. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയം എല്ലാ ഉത്സവങ്ങൾക്കും വിശേഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കാറുള്ളത്.
ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താൽപര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിവാഹ വസ്ത്രങ്ങൾക്കും മറ്റ് വിശേഷാവസരങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളെല്ലാം തെരഞ്ഞെടുക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കാഴ്ചപരിമിതർക്കു വേണ്ടി AI റെറ്റിന രൂപകൽപ്പന ചെയ്ത് തൃശൂർ റോയൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. അവസാന വർഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് AI റെറ്റിന രൂപകൽപ്പന ചെയ്തത്. കാഴ്ചപരിമിതമായ ആളുകൾക്ക് AI-യുടെ സഹായത്തോടെ വീടിനകത്തും പുറത്തുമുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ സ്വതന്ത്രമായും സുരക്ഷിതമായും സഞ്ചരിക്കുവാൻ ഇതുവഴി സാധിക്കും. സംയോജിത GPS, ഡിജിറ്റൽ മാപ്പിംഗ്, ഇഷ്ടാനുസൃതമാകുന്ന ക്രമീകരണങ്ങളും വോയിസ് കമാൻഡുകളുമുള്ള ഒരു മൊബൈൽ ആപ്പും ഒരുക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പാൾ ഡോക്ടർ ദേവി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗം മേധാവി അമൃത M. ചെമ്മണ്ണൂർ, അധ്യാപകരായ അമൽ തോമസ് K, നാജിയ അബ്ദുൾ റഹ്മാൻ, വിദ്യാർത്ഥികളായ ഫിസ റഹ്മത്തുള്ള ബ്രില്ലോൺസ്, മുഹമ്മദ് സഫ്വാൻ KK, ആദർശ് നാരായണൻ എന്നിവരടങ്ങുന്ന ഇൻവെന്റേഴ്സ് ടീം ഇതിനകം തന്നെ ശ്രദ്ധേയമായ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം. ആർത്താറ്റ മുക്കൂട്ട ബസാറിൽ താമസിക്കുന്ന കരുവള്ളി വാസു മകൻ ദിനേശൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. ശ്രീമതി മാതാവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. കൊലപാതകം സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ച റീൽസിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ലോക ജലദിനത്തിന്റെ ഭാഗമായി പറവകൾക്ക് ദാഹമകറ്റാൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്ത് തൃശൂർ MP സുരേഷ് ഗോപി. ഗുരുവായൂർ മഞ്ജുളാലിന് സമീപം നടന്ന ചടങ്ങിൽ 500 മൺപാത്രങ്ങളാണ് വിതരണം ചെയ്തത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കുന്നംകുളത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. 20 ദിവസം മുതൽ 30 ദിവസം വരെ നഗരത്തിൽ സർവേ തുടരും. പെരിങ്ങോട് ചേറ്റുവ കണ്ടൽ സംരക്ഷണത്തിനായി റിസർവ് വനമാക്കുന്ന നടപടി പുനഃപരിശോധിക്കുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭ ബജറ്റിന്മേലുള്ള ചർച്ച തിങ്കളാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. കാണിപ്പയ്യൂർ തെക്കൂട്ടുവീട്ടിൽ തങ്കമണിയുടെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.